എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ പുതുവത്സരത്തിന് ബാക്കി എല്ലാ കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കണ്ടുപോകുന്ന ഒരു ട്രെൻഡാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ഇന്ന് ലോകത്ത് വളരെയധികം ഓപ്ഷൻസും കൂടി നമ്മൾ വളരെയധികം മെറ്റീരിയലിസ്റ്റിക്കും ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് എനിക്കത് തോന്നി. എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യാണ്, എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കുകയാണ്. വിഷൻ ബോർഡിൽ എല്ലാവരും എഴുതുന്നത് എന്താണ്? ഐ മാനിഫെസ്റ്റ് മണി എന്നിലേക്ക് വരണം. അങ്ങനെ ഒരു ലേഡി ഇൻ്റർവ്യൂ കൊടുക്കുന്നതും കണ്ടപ്പോൾ വളരെ ഒരു വിഷമം തോന്നി. കാരണം വേറെ എന്തിനേലും കൂടുതലായിട്ട് നമ്മൾ മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത്ര നല്ലൊരു സാഹചര്യമായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓപ്ഷൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഓപ്ഷൻസ് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ എനിക്കിത് ബെറ്റർ ആയിട്ടാണ് വരുന്നതെന്ന്. പക്ഷെ ഒരിക്കലല്ല, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ് ഓപ്ഷൻസ് കൂടുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാറ് വാങ്ങണം, നമുക്ക് നിറയെ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും, ഏത് വാങ്ങണം. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ നോക്കി ലാസ്റ്റ് ഒരു കാറ് വാങ്ങും. ആ കാറ് വാങ്ങുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് അതിലും ബെറ്റർ ആയിട്ടൊരു കാറ് ആ സെയിം പ്രൈസിൽ തന്നെ വാങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ കാറിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഇറങ്ങും കുറച്ചും കൂടി ബെറ്റർ പ്രൈസിൽ. അപ്പോൾ നമുക്ക് വളരെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നും. അയ്യോ, ഞാൻ ഒന്നും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അത് കിട്ടിയിരുന്നേനേലും തോന്നും. ഇത് കാറിൻ്റെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയൊക്കെ മാറി ഒരു ബെറ്റർ ജോലിയൊക്കെ ആയപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും, എൻ്റെ കസിൻസ്, ഫ്രണ്ട്സ് ഒക്കെ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തില്ലേ എന്ന് വളരെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ്. എനിക്ക് ഐഫോണിൻ്റെ ആവശ്യമുള്ളവർ അത് വാങ്ങട്ടെ. അത് എന്തോ ഒരു നോമായിട്ട് മാറിയ പോലെയാണ്. ഇപ്പോൾ ഒത്തിരി ബെറ്റർ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ വേണം. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ സത്യത്തിൽ. നമുക്ക് ഓപ്ഷൻസ് കൂടുമ്പോൾ വിരസത തോന്നുന്നതിൻ്റെ വേറൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങി, അത് സൂപ്പർ ഹിറ്റായി, എന്നിട്ട് നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വല്ല ഒരു വിഷുവിനോ അല്ലെങ്കിൽ ഒരു ഓണത്തിനൊക്കെ ആയിരിക്കും കുറേ അധികം പരസ്യങ്ങളൊക്കെ ഇടയിൽ വന്നിട്ട് നമുക്കത് കാണാൻ പറ്റുക. പക്ഷെ നമ്മളത് അത്ര എൻജോയ് ചെയ്തിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നമുക്ക് ആ സിനിമകളൊക്കെ വളരെയധികം ഫേവറേറ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളും നമുക്ക് അപ്പം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ടി വിയിൽ വരുന്നു, OTTയിൽ വരുന്നു എന്നുണ്ടെങ്കിലും നമ്മളത് കണ്ടാലും ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടും, ചില സിനിമകൾ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഇഷ്ടപ്പെട്ടതായാലും തന്നെ അത് പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. നമുക്കത് ഒരു ഇത്തിരിയും കൂടി ഒരു ലോങ് ടേമിലേക്ക് ഉള്ളൊരു ഹാപ്പിനെസ് തരുന്നില്ല, വളരെ ഷോർട്ട് ടേമിലേക്കുള്ളൊരു ഹാപ്പിനെസ് മാത്രമേ തരുന്നുള്ളൂ. അതുപോലെ വേറെ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാതും വളരെയധികം അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ ലോകത്തുള്ള ഏത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. എനിക്കിതിൻ്റെ ഒരു പ്രശ്നം എവിടെ നിന്നാണ് മനസ്സിലായെന്നുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ ഓരോ സാധനം എടുക്കുമ്പോഴും ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, അവിടെ വാങ്ങാൻ കിട്ടണതല്ലേ, അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഒന്നിനോടും നമുക്കൊരു പുതുമയും തോന്നണില്ല, ഒരു എന്തൂസിയാസവും തോന്നണില്ല. വളരെ ഡ്രൈ ആയിട്ടൊരു ലൈഫായിട്ട്, ഒരു മോണോട്ടോണസ് ലൈഫായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ ഷോർട്ട് ടേമിലേക്കാണ് കിട്ടണുള്ളൂ, ഒരു ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. നമ്മൾ കുറേ ഓപ്ഷൻസിൽ നിന്ന് ഒരു സാധനം വാങ്ങി കഴിയുമ്പോൾ അതിനേലും ബെറ്റർ ഓപ്ഷൻ നാളെ കാണുമ്പോൾ കൂടുതൽ വിഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ഇല്ലാണ്ടിരിക്കല്ലേ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷം തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഈ സെലിബ്രിറ്റീസിനൊക്കെ ഇപ്പോൾ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. ഈ ഡിപ്രഷൻ വരാനുള്ള മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ളൊരു എബിലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റണില്ല. ഒരു സാധാരണ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ അത് അത്രയും കഷ്ടപ്പെട്ട് നേടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് എത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാലും അതിലൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ കിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. ജീവിക്കാൻ പൈസ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കണ്ടെൻറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നിറവ്, ഒരു ആത്മസംതൃപ്തി. അത് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അല്ല, അത് ആ സാധനം ഒന്ന് പഴയതാവുമ്പോൾ അല്ലെങ്കിൽ അതിനേലും ബെറ്റർ ആയിട്ടൊരു പുതിയ സാധനം വരുമ്പോൾ അത് തീരാവുന്നതാണ്. നമ്മളൊരു പുതിയ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റേറ്റസ് ഇട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കാണിച്ച് അവരുടെ ഒരു അപ്രീസിയേഷൻ കിട്ടി, അവരുടെ വാലിഡേഷൻ കിട്ടിയിട്ട് ഞാൻ സക്സസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു സക്സസ്സിൻ്റെ ഒരു സിമ്പിൾ അല്ല. അത് കുറച്ച് നാളത്തേക്കാണ് നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിൻ്റെ ഒരു കിക്ക് തരുള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങിച്ച സാധനത്തിൽ നമ്മൾ വളരെയധികം ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അത് ആർക്കും കാണിച്ചു കൊടുക്കാനും ഷോ ഓഫ് ചെയ്യാനും ഒന്നല്ല, ബട്ട് സ്റ്റിൽ എനിക്കതിൽ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാൾ ലോങ് ടേം ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് തരാം.
വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു സാധനം വാങ്ങുമ്പോഴും ഡു ഐ റിയലി നീഡ് ഇറ്റ്, എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പോലെ ആവാൻ വേണ്ടിയിട്ടാണോ ഞാനിത് വാങ്ങണത് എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കും. ഈ ഒരു റാറ്റ് റേസിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറക്കുകയാണ്. നമ്മൾ സാധനങ്ങളുടെയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ നമ്മൾ ജീവിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാനും മറക്കുകയാണ്. ഞാനാണ് ബെറ്റർ, അല്ലെങ്കിൽ എനിക്കാണ് കൂടുതൽ പൈസയുടെ കാറ്, പൈസയുടെ ഫോണ്, അങ്ങനെ എല്ലാതും നമ്മൾ പൈസ കൊണ്ട് അളക്കണ ഒരു കാലത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും മാറി ചിന്തിക്കാനും നമുക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനും പറ്റുന്ന ഒരു വർഷമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.